ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഗോകുൽ ഇപ്പോൾ അർച്ചനയെ പൂജയ്ക്ക് കൊണ്ടുപോകാനായി എഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നാലൊട്ടും താല്പര്യമില്ലാതെ തന്നെയാണ് ഇപ്പോൾ എഴുന്നേറ്റിരിക്കുന്നത് അർച്ചന. ഇത് കണ്ട് ഗോകുൽ പറയുന്നുണ്ട്, ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതം നല്ല രീതിയിൽ പോകാനാണ് ഈ പൂജ നമ്മളിപ്പോൾ ചെയ്യുന്നത്. തന്നെ ഞാൻ നിർബന്ധിക്കുകയാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ഈ പൂജ കഴിയുന്നതോടെ നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങും എന്ന് ഗോകുൽ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ഇപ്പോൾ കൃഷ്ണ നാഗദൈവങ്ങളുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദോഷങ്ങളും മാറ്റി അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. തിരുമേനി ഇപ്പോൾ വന്ന് കൃഷ്ണയോട് സംസാരിക്കുന്നു. കളം വരച്ചിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കൃഷ്ണ. തിരുമേനി പറയുന്നുണ്ട്, കളം വരച്ചത് വളരെ നന്നായിട്ടുണ്ട് എന്ന കുട്ടിക്ക് നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകും. ശേഷം കാണിക്കുന്നത് അവന്തികയാണ്. അവന്തികയും മൂർത്തിയും ഇപ്പോൾ 2 ഗുണ്ടകളെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. കൃഷ്ണയെ പിടിച്ചുകൊണ്ട് പോകാനാണ് ഇപ്പോൾ അവർ വന്നിരിക്കുന്നത്. പെൺകുട്ടി ഏതാണെന്ന് മൂർത്തി കാണിച്ചു തരും എന്ന് പറഞ്ഞ് ഇപ്പോൾ അവന്തികയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ, കൃഷ്ണയുടെ ഫോട്ടോ ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മൂർത്തിയുടെ ഫോണിലേക്ക് ഇത് അയച്ചിട്ടുണ്ട് എന്ന പോകുന്ന വഴിക്ക് കാടിനകത്ത് വെച്ച് തീർക്കണം. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറയാം, ഒരു പിഴവും സംഭവിക്കരുത്. ഇത്രയും സൗകര്യമുള്ള ഒരു അന്തരീക്ഷം ഇനി കിട്ടില്ല എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് അവന്തിക അവരെ. ഈ സമയം തന്നെ ഇപ്പോൾ ഗോകുലും അർച്ചനയും അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നവീനും ഗാഥയും വരുന്നു. കൂടെ സിത്താരയും മാണിക്കുഞ്ഞും മിനിയും ഒക്കെയുണ്ട്. അവർ വരുന്നതെല്ലാം വളരെയധികം സന്തോഷത്തോടെ തന്നെ അങ്ങോട്ടേക്ക് മാറി നിന്ന് നോക്കി കാണുന്നുണ്ട്. കൃഷ്ണ പൂജ തുടങ്ങാൻ ആരംഭിക്കുകയാണ്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഓരോന്നായി തിരുമേനി ഇപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആദ്യം പൂർണ്ണകുംഭം എടുത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ ഇപ്പോൾ അർച്ചനയും ഗാഥയും ഓരോ പൂർണ്ണകുംഭം വീതം എടുത്ത് കയ്യിൽ പിടിക്കുന്നു. സകല പാപങ്ങളും മാറാൻ നാഗദൈവങ്ങളോട് പ്രാർത്ഥിച്ച് കളത്തിൽ പൂർണ്ണകുംഭം വയ്ക്കാനായി തിരുമേനി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അർച്ചനയും ഗാഥയും പ്രാർത്ഥിച്ചതിന് ശേഷം ആ കളത്തിലേക്ക് വയ്ക്കുകയാണ് പൂർണ്ണകുംഭം. ഈ സമയം തന്നെ ഇപ്പോൾ കൃഷ്ണ മോളിക്കുട്ടിയോട് പറയുന്നുണ്ട്, നമുക്ക് തിരിച്ചു പോകാം, ആരും കാണാതെ എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്നും പോകണം എന്ന് പറഞ്ഞ് അവരിപ്പോൾ റൂമിലേക്ക് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായി പോവുകയാണ്. ഇത് അർച്ചന കാണുന്നുണ്ടായിരുന്നു. പുറത്ത് 2 പേർ നിന്ന് സംസാരിക്കുന്നതും അർച്ചന കാണുന്നുണ്ട്. അവരുടെ തൊട്ട് പുറകെ അവർ പോകുന്നതും ആ ഗുണ്ടകൾ 2 പേരും പോകുന്നതും അർച്ചന കാണുന്നു. ഗുണ്ടകൾ ഇപ്പോഴും കൃഷ്ണയുടെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും അവർ ഈ കാര്യങ്ങളെല്ലാം അറിയിക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ അർച്ചന. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും അർച്ചന പോകുന്നു. ഗോകുലൊക്കെ കണ്ണടച്ച് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു സമയം നോക്കി ഇപ്പോൾ അർച്ചന പുറത്തേക്ക് പോകുന്നുണ്ട്. ആദ്യം മോളിക്കുട്ടി റൂമിലേക്ക് പോകാനായി പോകുന്നുണ്ട്. മോളിക്കുട്ടി എന്നാൽ ഈ ഗുണ്ടകൾ ഇവിടെ നിൽക്കുന്നത് കാണുന്നില്ല. പുറകെ തന്നെ കൃഷ്ണൻ നടന്നു വരുന്നു. എന്നാൽ കൃഷ്ണയെ ഗുണ്ടകൾ മൂർത്തിയും കൂടെ ചേർന്ന് മറ്റു 2 പേരും കൂടെ ചേർന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പുറകെ തന്നെ വന്ന് ഇതെല്ലാം അർച്ചന കാണുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഒരു കാടിനുള്ളിൽ തന്നെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പൂട്ടിയിടുന്നുണ്ട്. ഇതേ സമയം തന്നെ തിരുമേനി ഇപ്പോൾ അവരോട് പറയുന്നുണ്ട്, ഈ പൂജയുടെ അവസാനം ഈ കളത്തിനുള്ളിൽ വന്ന് നാഗദൈവങ്ങൾ നിറഞ്ഞാടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൂജയിൽ ഫലമുണ്ടായി, നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് എന്നാണ് അർത്ഥം എന്ന് തിരുമേനി പറയുന്നത് കേട്ട് ഇപ്പോൾ ഗാഥയൊന്ന് ടെൻഷനാകുന്നുണ്ട്. ഉടനെ സിത്താരയോട് ഗാഥ പറയുന്നുണ്ട്, എനിക്കിത് പറ്റില്ല, അവരുടെ കടി കൊണ്ട് ചാക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇത് കേട്ടപ്പോൾ സിത്താര പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക, ഇതൊരു പൂജയല്ലേ, നീ ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കേണ്ട, നീ നിങ്ങളുടെ സന്തോഷം മാത്രം ആലോചിച്ചാൽ മതി, കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കാൻ നോക്ക് എന്നൊക്കെ പറയുന്നു. എനിക്ക് പേടി കൊണ്ട് കൈയും കാലും വിറയ്ക്കുന്നത് പോലെ എന്നൊക്കെ ഗാഥ പറയുന്നു. എന്നിട്ട് ഗാഥ ഇപ്പോൾ കളത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു നാഗം വന്ന് നിൽക്കുന്നതായി ഗാഥയ്ക്ക് തോന്നുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഗാഥ. എന്നിട്ട് പേടി കൊണ്ട് അവിടെ നിന്നും പോകുന്നു, ആരും കാണാതെ. സിത്താരയൊക്കെ കണ്ണടച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ആരുടെയും കണ്ണിൽപ്പെടാതെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ കൃഷ്ണയെ പൂട്ടിയിട്ടിട്ട് മൂർത്തിയൊക്കെ പോകുന്നുണ്ട്. അവിടെ കിടന്ന് ഒച്ച വെച്ച് വിളിക്കുന്നുണ്ട്, ആരെങ്കിലും ഒന്ന് വരണേ, രക്ഷിക്കണേ, നിങ്ങളൊക്കെ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൃഷ്ണ. ഇത് അർച്ചന കാണുന്നുണ്ടായിരുന്നു. അർച്ചന ഒരു ഭാഗത്ത് ഇങ്ങനെ മറിഞ്ഞു നിന്നിട്ട് അവർ പോയതിനു ശേഷം കൃഷ്ണയെ വന്ന് വിളിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ സിത്താര ഇപ്പോൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഗാഥയെ എവിടെയെങ്കിലും കാണുന്നില്ല. ഗാഥയെ അന്വേഷിച്ച് സിത്താരയും ഇപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട്. ശേഷം വീണ്ടും കൃഷ്ണയാണ് കാണിക്കുന്നത്. അർച്ചന പറയുന്നുണ്ട്, പേടിക്കാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി ഒന്ന് വേഗം വാതിൽ തുറക്കുക, ഇത് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് അവിടെയെല്ലാം നോക്കി ഒരു കരിങ്കല്ല് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ആ പൂട്ട് ഇടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ തല്ലിപ്പൊളിച്ച് ആ പൂട്ട് മാറ്റി കൃഷ്ണയെ അവിടെ നിന്ന് രക്ഷിക്കുകയാണ് ഇപ്പോൾ അർച്ചന. ആരാ അവർ, എന്തിനാ പൂട്ടിയിട്ടത് എന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ട്. എനിക്കറിയില്ല ചേച്ചി എന്നിങ്ങനെ കൃഷ്ണ പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് കൃഷ്ണയും കൂട്ടി അർച്ചന ഇപ്പോൾ അമ്പലത്തിലേക്ക് പോവുകയാണ്.
ഈ സമയം ഗാഥ ഇപ്പോൾ അവിടെ അതുവഴി നടന്നു വരുന്നുണ്ട്. ആദ്യം കൃഷ്ണയെ പിടികൂടാനിരുന്ന ആ ഗുണ്ടകൾ ഇപ്പോൾ ഗാഥയെ കാണുന്നു. കൃഷ്ണയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇപ്പോൾ ഗാഥയെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവർ. അങ്ങനെ ഇപ്പോൾ കൃഷ്ണയെ നേരത്തെ പൂട്ടിയിട്ട ആ ഒരു സ്ഥലത്ത് തന്നെ ഗാഥയും പിടിച്ച് പൂട്ടിയിടുന്നുണ്ട്. ഗാഥ അവിടെ കിടന്ന് എല്ലാവരെയും വിളിക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ അത് കേൾക്കുന്നില്ല. ശേഷം വീണ്ടും ഇപ്പോൾ പൂജകൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരുമേനി പറയുന്നുണ്ട് എല്ലാവർക്കും അവരവരുടെ പീഠങ്ങളിൽ ഇരിക്കാമെന്ന്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ അവിടെ ഒരുമിച്ചിരിക്കുന്നുണ്ട്. ഈ സമയം ഗാഥയെ കാണിച്ചിട്ട് നവീൻ അവിടെയെല്ലാം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അർച്ചനയുടെ കൂടെ ഇപ്പോൾ കൃഷ്ണ വരുന്നു. താനിതെവിടെയായിരുന്നു? പൂജ തുടങ്ങാറായി, താൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിപ്പോൾ ഗാഥയാണെന്ന് കരുതി കൃഷ്ണയെ പിടിച്ചുകൊണ്ടുപോയി അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് ഇപ്പോൾ നവീൻ. അങ്ങനെ ഇപ്പോൾ ഗോകുലും അർച്ചനയും പോയിരിക്കുന്നു. ഈ സമയത്ത് ഇപ്പോൾ മറ്റു ഗുണ്ടകൾ ഇപ്പോൾ ഗാഥയെ അവിടെ പൂട്ടിയിട്ടിട്ട് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ മൂർത്തിയും ഗുണ്ടകളും വരുന്നത്. ഇത് ആ സിത്താരയുടെ ആൾക്കാരായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ മൂർത്തി. അതുപോലെ തന്നെ മറ്റു ഗുണ്ടകൾ പറയുന്നുണ്ട് ഇത് മിക്കവാറും ആ കൃഷ്ണയുടെ ആൾക്കാരായിരിക്കും, ഒന്നിനെയും വെറുതെ വെച്ചേക്കരുത് വാടാ എന്ന് പറഞ്ഞ് അവർ പരസ്പരം ഇപ്പോൾ തല്ല് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ സച്ചി ഇപ്പോൾ വളരെയധികം സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. ആ ഒരു പൂജയിൽ ഇപ്പോൾ ഗോകുലിനൊപ്പം അർച്ചന ഇരിക്കുന്നത് കണ്ടിട്ട് സച്ചിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇനി നാഗദൈവങ്ങളെ മനസ്സിൽ വിചാരിച്ച് ഈ കറുകമാല ഭർത്താക്കന്മാരുടെ കഴുത്തിൽ ചാർത്തണം. പിന്നെ ഭർത്താവ് ഭാര്യയ്ക്ക് സീമന്തരേഖയിൽ സിന്ദൂരം തൊട്ട് കൊടുക്കുകയും വേണം. അതോടെ ഈ പൂജ പൂർണ്ണമാകും എന്ന് പറയുന്നുണ്ട് തിരുമേനി. അങ്ങനെ ഇപ്പോൾ അർച്ചന ആ കറുകമാല കയ്യിലെടുക്കുന്നുണ്ട്. അത് വളരെ ടെൻഷനോടെ തന്നെ കൃഷ്ണയും ആ മാല കയ്യിലെടുക്കുന്നു. ഇനി മാല ചാർത്തിക്കോളൂ എന്ന് തിരുമേനി പറയുമ്പോൾ കൃഷ്ണ നവീൻ്റെ കഴുത്തിൽ ആ മാല വളരെയധികം സന്തോഷത്തോടെ ചാർത്തി കൊടുക്കുന്നുണ്ട്. എന്നാൽ അർച്ചന അത് ചാർത്താതെ ഇങ്ങനെ വളരെയധികം സങ്കടത്തോടെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്നുണ്ട്. സച്ചി വളരെ സങ്കടത്തോടെ തന്നെ അത് നോക്കി നിൽക്കുന്നുണ്ട്. തിരുമേനി പറയുന്നുണ്ട് മുഹൂർത്തം കഴിയാറായിരിക്കുന്ന കുട്ടി വേഗം മാല ചാർത്തു എന്ന് പറയുന്നുണ്ട്. മാല ഇട്ടതിന് ശേഷം ഐശ്വര്യ ദാമ്പത്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായും പറയുന്നുണ്ട് അദ്ദേഹം. എൻ്റെ നാഗദൈവങ്ങളെ, സത്യത്തിന് പേര് കേട്ട ഈ നടയിൽ അസത്യങ്ങളൊന്നും സംഭവിക്കരുതേ എന്ന് അർച്ചന മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെയധികം ടെൻഷനോടെയും സങ്കടത്തോടെയും മനസ്സോടെ ഗോകുലിൻ്റെ കഴുത്തിൽ ആ കറുകമാല അണിയിക്കാൻ അർച്ചന തുടങ്ങുമ്പോൾ ഗുണ്ടകൾ ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് വന്ന് കടന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. അവിടെ പൂജയ്ക്കായി ഒരുക്കി വെച്ചിരുന്ന കളമെല്ലാം അവർ നശിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ വിളക്കുകളും കാര്യങ്ങളും എല്ലാം തട്ടിമറിച്ച് കളയുന്നു. മാറി നിക്കടി എന്ന് പറഞ്ഞ് ഇപ്പോൾ അർച്ചനയെ അവിടുന്ന് പിടിച്ച് തള്ളുന്നുണ്ട് ഇപ്പോൾ ഗുണ്ടകൾ. അങ്ങനെ ഇപ്പോൾ അർച്ചന വീഴാൻ തുടങ്ങുമ്പോൾ ആ കറുകമാല കയ്യിൽ നിന്നും പോയി സച്ചിയുടെ കഴുത്തിലേക്ക് വീഴുന്നു. ഇത് കണ്ടിപ്പോൾ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് സച്ചി. അർച്ചനയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. സച്ചി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അർച്ചന ഇപ്പോൾ സച്ചി അങ്ങനെ നോക്കി നിന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട്. എന്നാൽ ഗോകുൽ സച്ചി നിൽക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. പൂജ മുടങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഗോകുലാണെങ്കിലും അർച്ചനയെ വിളിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. അർച്ചന പോകുമ്പോഴെല്ലാം തിരിഞ്ഞ് സച്ചി ഒന്ന് നോക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ അവന്തിക അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിനകത്ത് നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, എന്തായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് ആരും തന്നെ അവിടെ ഇല്ല. ഈ സമയം അവിടേക്ക് ഒരു നാഗം ഇഴഞ്ഞു വരുന്നു. അവന്തികയുടെ മുന്നിലേക്കാണ് ഇപ്പോൾ ആ നാഗം വന്നിരിക്കുന്നത്. ഇത് കണ്ട് പേടിച്ച് അവിടെ ബോധം കെട്ട് വീഴുകയാണ് ഇപ്പോൾ അവന്തിക. ശേഷം ഇപ്പോൾ ഗാഥയാണ് കാണിക്കുന്നത്. ഗാഥ അവിടെ വാതിൽ കിടന്ന് തട്ടി വിളിക്കുന്നുണ്ട്. തുറക്ക ആരെങ്കിലും ഒന്ന് തുറക്കെന്ന് പറയുന്നുണ്ട്. കൃഷ്ണ ഇപ്പോൾ അവിടേക്ക് വരുമ്പോൾ കൃഷ്ണ അത് കേൾക്കുന്നു. കൃഷ്ണ ഇപ്പോൾ ആ വാതിൽ തുറന്ന് കൊടുക്കുന്നുണ്ട്. നീ ആയിരുന്നില്ല ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ഗാഥ ഇപ്പോൾ കൃഷ്ണയുടെ കാർണത്ത് അടിക്കുകയാണ്. ഒരക്ഷരം നീ മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഗാഥ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ സിത്താരയോട് വന്ന് പറയുകയാണ് ഇപ്പോൾ ഗാഥ. പൂട്ടിയിട്ടെന്നോ ആര് എന്നിങ്ങനെ സിത്താര ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയില്ല എന്ന് ഗാഥ പറയുന്നു. എന്നിട്ടും പറയുന്നുണ്ട് അത് അവളുടെ പ്ലാൻ ആയിരിക്കും, ആ കൃഷ്ണയുടെ. എന്നെ പൂട്ടിയിട്ടിട്ട് അവൾക്ക് പൂജയിൽ പങ്കെടുക്കാമല്ലോ. പാമ്പുകടിയേറ്റ് മരിക്കാത്തത് പുണ്യമെന്ന് വിചാരിച്ചാൽ മതി. ഉള്ള ജീവനം കൊണ്ട് നമുക്കിവിടെ നിന്ന് പോകാം. ഒരു പൂജ മമ്മി വേഗം പായ്ക്ക് ചെയ്ത് ഇറങ്ങാൻ നോക്ക്, നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഗാഥ ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.